ശ്രീ ബി റജി, നേരത്തെ ഫോട്ടോകളായിരുന്നു, ചില സംശയങ്ങളായിരുന്നു. ഇപ്പോൾ കൂടുതൽ ക്രിസ്റ്റൽ ക്ലിയറായ ഘടകങ്ങൾ എത്തുകയാണ്. അതാണ് ഇരുവരുടെയും കാര്യത്തിൽ മനസ്സിലാകുന്നത്. SITയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിലേക്ക് അടൂർ പ്രകാശ് പോകുമ്പോഴും വെളിവാകുന്ന യാഥാർത്ഥ്യം ഇതാണ്. ഇതിൽ നിന്ന് താങ്കളുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യം മാറ്റിവെച്ച് ഇതിൻ്റെ മെറിറ്റ് ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? നോക്കൂ, ഇതിനു മുമ്പ് രണ്ട് പേരെ കൂടി, അതായത് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പോറ്റിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു നോട്ടീസ് പോലും കൊടുക്കാതെയാണ് ശ്രീ അടൂർ പ്രകാശിനെ ഇന്ന് കുറച്ച് വിവരങ്ങൾ തേടുവാൻ വേണ്ടി ക്ഷണിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടന്ന സംഭവം. ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ 2019 ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണത്തെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു മറുപടി കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഇടതുമുന്നണി ബാധ്യസ്ഥമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ബഹുമാന്യനായ ജയചന്ദ്രൻ സാർ, അദ്ദേഹം അന്ധനായ ധൃതരാഷ്ട്രയെ പോലെ അദ്ദേഹം അങ്ങേയറ്റത്തെ പരിണതപ്രജ്ഞനാണെങ്കിലും ഈ രാഷ്ട്രീയത്തിന്റെ ചില ഘട്ടത്തിൽ അദ്ദേഹം സത്യത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് അടൂർ പ്രകാശിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ പാർട്ടി ഇതുവരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അടൂർ പ്രകാശിന്റെ സംശയാസ്പദമായ പല ഘടകങ്ങളുമുണ്ട്. അത് SIT ചോദ്യം ചെയ്യുന്നു. അടൂർ പ്രകാശ് ആ അർത്ഥത്തിൽ ആത്മവിശ്വാസമില്ലാതെ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെപ്പോലും ആ അർത്ഥത്തിലാണ് അഡ്രസ്സ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ ആൻറ്റോ ആൻ്റണിയുടെ വിഷയത്തിലേക്ക് എത്താം. ആൻറ്റോ ആൻ്റണിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലെല്ലാം വ്യക്തമാണെന്ന് പറയുന്നു. ഈ അബ്സ്ട്രാക്റ്റ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്സ് റേസ്ഡ് ബൈ കാൻഡിഡേറ്റ്, ഈ സ്ഥാനാർത്ഥി ഇതുവഴി പിരിച്ച അദ്ദേഹത്തിന് ലഭിച്ച ഫണ്ടുകളുടെ സ്രോതസ് ഏതൊക്കെയാണ് നോക്കൂ. എമൗണ്ട് ഓഫ് ഓൺ ഫണ്ട് യൂസ്ഡ് ഫോർ ഇലക്ഷൻ ക്യാമ്പയിൻ, അത് 33,81,702 രൂപ ആണേ. ലം സം എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ പാർട്ടീസ് ഇൻ ക്യാഷ്, പാർട്ടിയിൽ നിന്ന് ലഭിച്ചത് 5 ലക്ഷം രൂപ. ലംസം എമൗണ്ട് റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ, കമ്പനി, ബോഡി ഓർ പേഴ്സൺസ് ഓർ ആസ് ഗിഫ്റ്റ്, ഡൊണേഷൻ, അങ്ങനെ അതായത് മറ്റുള്ളവരിൽ നിന്ന് സമ്മാനമായിട്ടോ അല്ലെങ്കിൽ തുകയായിട്ടോ സ്വീകരിച്ചത് 24 ലക്ഷം രൂപ. യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, 24 ലക്ഷം രൂപ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. 62,81,702 രൂപയാണ് അങ്ങനെ സ്രോതസ്സുള്ള പണമായി ആൻറ്റോ ആൻ്റണി ഈ തെരഞ്ഞെടുപ്പ് കണക്കിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 കോടി രൂപ എങ്ങനെ വന്നു? 2 കോടി രൂപ NM രാജുവിൽ നിന്ന് കൈപ്പറ്റിയ കാര്യം ഇതിൽ പറയുന്നില്ലല്ലോ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള എക്സ്പെൻസസ് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം ആൻറ്റോ ആൻ്റണി നൽകിയ കുറിപ്പാണിത്. ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതാണല്ലോ. അവിടെ 62 ലക്ഷം രൂപയാണ് സോഴ്സായി കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയൊക്കെയാണ് വന്നത്? പാർട്ടിയിൽ നിന്ന് ലഭിച്ചത്, സ്വന്തം ഫണ്ട്, പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചത്. ഇത് NM രാജു മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചതാണല്ലോ. അങ്ങനെയാണെങ്കിൽ 24 ലക്ഷം രൂപയാണ് NM രാജുവിൽ നിന്ന്, 24 ലക്ഷം രൂപയാണ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ NM രാജുവിൽ നിന്ന് മാത്രം 2 കോടി രൂപ എങ്ങനെ പിന്നെ കൈപ്പറ്റി? അത് സംബന്ധിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാമെന്ന് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടു കൂടി ആൻറ്റോ ആൻ്റണി MP പറഞ്ഞത് തുക പറയാത്തത് അതുകൊണ്ടാണ്. ആൻറ്റോ ആൻ്റണി തുക പറയാത്തത് അതുകൊണ്ടാണ്. എത്ര രൂപ വാങ്ങി, എത്ര രൂപ തിരികെ കൊടുത്തു, കണക്കുണ്ടോ? എല്ലാത്തിനും കണക്കുണ്ട്, പക്ഷെ തുക പറയില്ല. ഇത് പെട്ടെന്ന് വന്നൊരു സംഭവമല്ലല്ലോ. ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് വരണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ കണക്കുകളുണ്ടല്ലോ. ആർക്കും പബ്ലിക് ഡൊമൈനിൽ നിന്ന് എടുക്കാവുന്ന കാര്യമാണിത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കണക്കാണ്. അതിൽ അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചത് 24 ലക്ഷം രൂപയാണ്. പക്ഷേ 2 കോടി രൂപയാണ് NM രാജുവിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിനാണെങ്കിൽ അത് ഇവിടെ പ്രതിഫലിക്കില്ലേ? അത് പ്രതിഫലിച്ചിട്ടില്ല.
നോക്കൂ, ചില ഘട്ടങ്ങളിൽ പൊതു മാധ്യമത്തിന്റെ മുമ്പാകെ കണക്കുകൾ അവതരിപ്പിക്കില്ല രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ. ഓഹോ. ഇത് ഈ ഒരു ആ. ഇന്നലെ നമ്മൾ ഈ കാര്യം അങ്ങനെ കണ്ണൂരിൽ കണ്ടതാണ്. കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ ഇത് അത് സെക്രട്ടറി അവരുടെ പാർട്ടി കാര്യമാ. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാ. രക്തസാക്ഷി അത് അവരുടെ പാർട്ടി കാര്യമാണ്. അതിന് അവരുടെ പാർട്ടി അതെ. ഓഡിറ്റ് അടക്കം ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇത് അത് കമ്മീഷന് തന്നെയാണ്. കൊടുത്ത കണക്കാണ്. ഞാൻ പറയുന്നില്ല. നോക്കൂ, അതാണ് ശ്രീ റജി, ഈ ആന്റണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത ഈ കണക്ക് കള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്കും അതുമായി ബന്ധപ്പെട്ട കണക്കുണ്ട്. ഓരോ വ്യക്തികളിൽ നിന്ന് വാങ്ങിയത് എന്തിനൊക്കെ ചിലവാക്കിയിട്ടുണ്ടെന്നതിൻ്റെ കണക്കുണ്ട്. മൊത്തം ചിലവായത് എത്ര തുകയാണ് എന്ന് കണക്കുണ്ട്. 74,52,673 രൂപ. അങ്ങനെ അതിൻ്റെ കണക്കൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സ്രോതസ് ആരിൽ നിന്നാണ് ഇത് വാങ്ങിയത് എന്നതിൻ്റെ കണക്കുമുണ്ട്. അത് പാർട്ടിയിൽ നിന്ന് കിട്ടിയത്, സ്വന്തം ഫണ്ടിലുള്ളത്, മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചത്, ഇതടക്കമുള്ള കണക്കുണ്ട്. മൊത്തം എത്ര രൂപയാണ് കിട്ടിയത് ആ കണക്കുമുണ്ട്. ഈ കണക്ക് കള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് NM രാജുവിൽ നിന്ന് പണം മേടിച്ചത് എന്ന് പറയുന്നത് സംശയിക്കേണ്ടി വരുന്നു. കാരണം ഈ 2 കോടിയുടെ കാര്യം ഈ കണക്കിലില്ല. നോക്കൂ അജിംഷാദ്, ഈ രാഷ്ട്രീയ പ്രവർത്തകർ ചില ഘട്ടത്തിൽ മാധ്യമങ്ങളോട് കണക്ക് തുറന്നു പറയില്ല. അത് തന്നെയാണ് ഇന്നലെ കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ മാതൃക, ആ മാനദണ്ഡം ഇവിടെയും അങ്ങ് അപ്ലൈ ചെയ്യൂ. ആര് പറഞ്ഞു? ഇവിടെയും ജനങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കൊടുക്കില്ലെന്നാ പറയാം. ജനങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് അത് കൊടുക്കും. പാർട്ടി അഭ്യുദയകാംക്ഷികൾക്ക് അത് കൊടുക്കുമെന്ന് അവരുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അത് പാർട്ടിയുടെ ഫണ്ടാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. നിങ്ങളുടെ ഇന്ദിരാഭവനോ KPCC-യോ അല്ലല്ല, KPCC പിരിച്ച ഫണ്ടിന്റെ കാര്യം ചോദിക്കുന്നില്ലല്ലോ. KPCC പിരിച്ച നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടി കാര്യങ്ങൾക്കോ പിരിച്ച കണക്കിനെ സംബന്ധിച്ച് ആരും ചോദിക്കുന്നില്ല. ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പിരിച്ച കണക്കിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കണക്കിൻ്റെ കാര്യമാണ് ഇവിടെ സംവദിക്കുന്നത്. ഇതിൽ കള്ളമുണ്ട് എന്ന് പറയുന്നില്ല. പക്ഷേ എങ്ങനെ ഈ കണക്കിൽ ഉൾപ്പെട്ടില്ല ഈ പറയുന്ന NM രാജുവിൻ്റെ വിശദീകരണം, NM രാജുവിൻ്റെ അവകാശവാദം?